മാത്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് അനലോഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ അനലോഗ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ഇതിനു മുമ്പ് നമ്പർ അനലോഗ് മാത്രം ഉള്ള ഒരു വീഡിയോ മാത്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്പർ അനലോഗും വേർഡ് അനലോഗും മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ പരിചയപ്പെടുന്നത്. അനലോഗ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത നമുക്കറിയാൻ പറ്റും. നമ്പർ അനലോഗ് ആണെങ്കിൽ വ്യത്യസ്ത രീതിയിൽ നമ്മളുടെ ചിന്തകൾ പോകേണ്ടതുണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് ഉദാഹരണ സഹിതം ഇന്നത്തെ ചോദ്യത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും ആദ്യം തന്നെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓരോ ചോദ്യം കണ്ടിട്ട് എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ നിങ്ങൾക്ക് എഴുതി വെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ തുടർന്ന് കാണേണ്ടതില്ല. അപ്പോൾ ഏതെങ്കിലും ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടാത്തതുണ്ട് എങ്കിൽ അതിന് എക്സ്പ്ലനേഷൻ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അനലോഗ് പ്രോബ്ലംസ് ആണ് പരിചയപ്പെടുത്തുന്നത്. അനലോഗ് എന്ന് പറയുമ്പോൾ ഇത് നമ്പേഴ്സ് അനലോഗ് നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റും. അതേപോലെ തന്നെ വേർഡ് അനലോഗ്, പിക്ചർ അനലോഗുമായിട്ടുള്ള മറ്റ് പ്രോബ്ലങ്ങൾ മാത്സ്യൂൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്പർ അനലോഗ്, വേർഡ് അനലോഗ്. എന്താണ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പലതരത്തിൽ ചിന്തിക്കേണ്ടി വരും ഇതിലത്തെ ചോദ്യങ്ങൾ കാണുമ്പോൾ. അപ്പോൾ ഏതൊക്കെ തരത്തിൽ ഒരുപാട് എക്സസൈസ് നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഞാൻ സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നോക്കൂ, 2:5 റിലേറ്റഡ് ടു 7:7. അതായത് ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതുപോലെ ഈ മൂന്നാമത്തെയും ഈ വരാൻ പോകുന്ന നാലാമത്തെയും ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കണം. അതായത് ഒന്നുകിൽ ഇതും തമ്മിലുള്ള ബന്ധം ഇതും വരാൻ പോകുന്നതും തമ്മിലുള്ള ബന്ധം ഒരേപോലെ ആയിരിക്കണം. അല്ലെങ്കിൽ ഈ ഒന്നാമത്തതും ഇതിൻ്റെ ഒന്നാമത്തതും ബന്ധപ്പെടുന്നത് പോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തതും വരാൻ പോകുന്നതിൻ്റെ രണ്ടാമത്തതും ഒരുപോലെ ആയാൽ മതി. പക്ഷേ മിക്കവാറും നമ്മളുടെ ചോദ്യങ്ങളിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും തമ്മിലുള്ള ബന്ധം പോലെ മൂന്നാമത്തെയും നാലാമത്തെയും നമ്പറുകൾ തമ്മിൽ ബന്ധപ്പെടുന്നതാണ് ഉണ്ടാവാറ്. നമുക്കിവിടെ നോക്കുക, 2, 5 ആയിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് നോക്കിക്കോളൂ. നമ്മൾക്കറിയുന്നത് പോലെ 2ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 5 കിട്ടും. അങ്ങനെയാണെങ്കിൽ 7ൻ്റെ കൂടെ 3 കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 7ൻ്റെ 3 കൂട്ടിയാൽ 10 കിട്ടും. പക്ഷെ 10 ഇവിടെ ഇല്ല. 10 ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് 10 തന്നെ നമുക്ക് ആൻസറായിട്ട് എഴുതാം. പക്ഷെ 10 ഇവിടെ ഇല്ല. അപ്പോൾ ആ ബന്ധമല്ല ഇവിടെ വരുന്നത്. പിന്നെ 2ഉം 5ഉം തമ്മിലുള്ള ബന്ധം കണക്ഷൻ നോക്കുക. 2ഉം 5ഉം ആയിട്ട് മറ്റ് കണക്ഷൻസ് ഒന്നും നമ്മൾക്ക് പറയാൻ പറ്റുന്നില്ല. ഇതിൻ്റെ 3 മടങ്ങിൽ നിന്ന് 1 കുറച്ചിട്ട് നമുക്ക് പറയാം. അങ്ങനെ ഓരോരോ തരത്തിലും മാറ്റി നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നോക്കുക, നമുക്ക് 2ൻ്റെ സ്ക്വയർ എത്രയാണെന്ന് നോക്കുക. നമുക്കറിയാം 4 ആണ്. 2ൻ്റെ സ്ക്വയർ നമുക്കറിയാം 4 ആണ്. അപ്പോൾ ആ 4ൻ്റെ കൂടെ 1 കൂട്ടിയിട്ടാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് 7ൻ്റെ 4ഉം 1ഉം നമുക്ക് 5 കിട്ടുന്നുണ്ട് അല്ലേ. 2 സ്ക്വയർ 4, 4 1 5. അപ്പോൾ 7ൻ്റെ സ്ക്വയർ നമുക്ക് എത്രയാണെന്നറിയാം, 49 അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ നമുക്ക് 50 എന്ന് കിട്ടും. അപ്പോൾ 50 എന്ന് കിട്ടുമ്പോൾ 7 ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, 50ഉമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ 50 അതിൻ്റെ ആൻസർ വരിക. 2 5ഉമായിട്ട് ബന്ധപ്പെട്ടതുപോലെ 7 50ഉമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇനി കൂടുതൽ ആലോചിച്ച് നോക്കിയാൽ മറ്റൊരു റിലേഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ 2ൻ്റെ 3 മടങ്ങ് 6 ആണ്. 3 times of 2 6 ആണ്. 6ന്ന് 1 കുറച്ച് 5 ആണ്. 7ൻ്റെ 3 times 21 ആണ്. 21ന്ന് 1 കുറച്ചാൽ 20 ആണ്. അപ്പോൾ ഈ 20യും ഈ ഇതുപോലുള്ള ചോദ്യങ്ങളിൽ 20യും ആൻസർ വരാൻ സാധ്യത ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ വേറെ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് വന്നിട്ടുള്ള ചോദ്യമാണ് ഞാനിവിടെ കുറിച്ച് വെച്ചത്. കുറിച്ച് വെച്ചത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിന് പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യത്തിന് ഈ 2 ആൻസർ വന്നാലും ശരിയാണ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 4:9 81 എന്തായിട്ട് വരുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കുക, 4, 9 സ്ക്വയറുകളാണ് അല്ലേ. 2ൻ്റെ സ്ക്വയറാണ് 4, 3ൻ്റെ സ്ക്വയറാണ് 9.
2ൻ്റെ സ്ക്വയറും 3ൻ്റെ സ്ക്വയറുമാണ് അവിടെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ഈ 81 ആരുടേതാണ്? 9ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 3ൻ്റെ സ്ക്വയറിന് അടുത്തടുത്ത നമ്പറുകളുടെ സ്ക്വയറാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അടുത്ത നമ്പർ എത്രയാണ് വരിക? 10 സ്ക്വയർ. 10 സ്ക്വയർ എത്രയാണ് നമുക്ക് കിട്ടുക? 100 എന്ന് കിട്ടും. അപ്പോൾ 100 ഇതിലുണ്ടോ നോക്കുക, ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ, 100 ആണ് വരിക. ഓക്കെ. പിന്നെ മറ്റൊരു ബന്ധം എന്താ? 4ൻ്റെ ഡബിള് ഇരട്ടി കണ്ടിട്ട് അതിലൂടെ 1 കൂട്ടുക. 81ൻ്റെ ഇരട്ടി 162ആണ്. 162ൻ്റെ പേര് 1 കൂട്ടിയാൽ 161. അതൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇതെല്ലാം സ്ക്വയർ കണ്ടുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ആ റിലേഷനിൽ എത്തിച്ചേരാൻ പറ്റി. ഇനി അടുത്ത് നോക്ക്, 56, 72, 90 എത്ര എന്നുള്ളതാണ്. 56ൻ്റെ കൂടെ 16 ആഡ് ചെയ്താൽ 56ൻ്റെ കൂടെ 16 ആഡ് ചെയ്താൽ നമുക്ക് 72 കിട്ടും. 90ൻ്റെ കൂടെ 16 ആഡ് ചെയ്താൽ 106 കിട്ടുക. 106 ആണ് കിട്ടുക. 105 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് ശരിയാവില്ല. പിന്നെ നമുക്ക് നോക്കുക, ഇത് 56 എന്ന് പറയുന്നത് 7 × 8 ആണ്. 7 × 8 ആണ് 56. ഈ 72 എന്ന് പറയുന്നതോ 8 × 9 ആണ്. കറക്റ്റ് അല്ലേ? 8 × 9. അങ്ങനെയാണെങ്കിൽ 90 എന്ന് പറയുന്നത് 9 × 10 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തത് ഏതായിരിക്കും വരേണ്ടത്? 10 × 11 വരണം. 10 × 11 എത്രയാണ്? 110. 110 ആണ് വരിക. 110 ഇതിലുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 110 എന്നായി മാറും. ഓക്കെ. മറ്റൊരു തരത്തിലും ഇത് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് വിചാരിച്ചാൽ 56 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 സ്ക്വയറിൻ്റെ കൂടെ 7 കൂട്ടുന്നതാണ് 56. 72 എന്ന് പറയുമ്പോൾ 8 സ്ക്വയറിൻ്റെ കൂടെ 8 കൂട്ടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 9 സ്ക്വയറിൻ്റെ അപ്പുറം 9 കൂട്ടിയതാണ് 90. 10 സ്ക്വയറിൻ്റെ അപ്പുറം 10 കൂട്ടിയതാണ് ആൻസർ. 100ഉം 10ഉം എത്രയാണ് വരിക? 110. അപ്പോഴും 110 തന്നെ കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വളരെ കണ്ണിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾ 4 വെച്ച് നോക്കുക. 4:61 എത്രയാണ്? 5:7 എന്നുള്ളതാണ്. 4ഉം 61 തമ്മിലുള്ള ബന്ധം എന്താണ് നമുക്ക് പറയാൻ പറ്റുക? നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ 4ൻ്റെ ക്യൂബിൽ നിന്ന് 64ആണ്, അതിൽ നിന്ന് 3 കുറച്ചാൽ മതി എന്ന് പറയാൻ പറ്റും. 4ൻ്റെ ക്യൂബ് 64ആണ്. ആ 64ൽ നിന്ന് 3 കുറച്ചിട്ട് 61 എന്ന് പറയാൻ പറ്റും. പക്ഷെ 5ൻ്റെ ക്യൂബ് 125ആണ്. അപ്പോൾ ആ 125 3 കുറച്ചാൽ ഈ നമ്പർ ഇതിലില്ല. അപ്പോൾ അതല്ല വരുന്നത്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? പല തരത്തിൽ വരാം. ലോജിക്ക് വരാം, ഇല്ലോജിക്കലും വരാം. അപ്പോൾ 4ൻ്റെ സ്ക്വയർ നമുക്ക് എത്രയാണെന്നറിയാം? നമുക്ക് 16ആണെന്നറിയാം. ഈ 16നെ നമ്മൾ തിരിച്ചിട്ടാൽ നമുക്ക് എത്രയായി? 61 എന്നായി. അപ്പോൾ 5ൻ്റെ സ്ക്വയർ ഇവിടെ എത്ര നോക്കുക? 25. 25നെ തിരിച്ചെഴുതിയ എത്രയായി? 52ആയി. 52 ഇവിടെയുണ്ട്. അപ്പോൾ ആൻസർ 52. അതുകൊണ്ടാണ് ഇതൊരു എന്താ പറയുക, ഒരു കുസൃതി ചോദ്യം പോലെയുള്ള ചോദ്യമായിട്ട് മാറിയത്. അപ്പോൾ 4 16ആണെങ്കിൽ ഓക്കെ, 5 25 വരിക. പക്ഷേ 4 16ന് പകരം 61ആണ്. അപ്പോൾ 25ന് പകരം 52 എന്ന് വന്നു. ഓക്കെ. ഇനി നോക്ക്, 25, 49, 32 എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 25, 49 എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ഇതും വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇത് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇത് 5ൻ്റെ സ്ക്വയറാണ് അല്ലേ? 25 5ൻ്റെ സ്ക്വയറാണ്. 49 7ൻ്റെ സ്ക്വയറാണ്. പക്ഷേ അപ്പുറം കണ്ട 32നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റില്ല? സ്ക്വയറോ ക്യൂബോ അങ്ങനെ ഒന്നും ആക്കിയിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ അത് അവിടെ ശരിയാവുന്നില്ല. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാലം ഇത് 49ആണ്. 49 7ൻ്റെ സ്ക്വയറാണ്. കറക്റ്റ് അല്ലേ? 7ൻ്റെ സ്ക്വയറാണ് 49. ഈ 2ഉം 5ഉം കൂട്ടിയാൽ നമുക്ക് 7 കിട്ടും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 25നെ 2 + 5 എന്ന് എഴുതിയാൽ അതിൻ്റെ ഡിജിറ്റ് കൂട്ടിയാൽ ആഡ് ചെയ്താൽ 7 കിട്ടും. അപ്പോൾ 7ൻ്റെ സ്ക്വയറാണ് 49. അപ്പോൾ ഈ 2 നമ്പറും കൂട്ടിയിട്ട് 7, 7ൻ്റെ വർഗ്ഗം 49. അപ്പോൾ 3ഉം 2ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 3ഉം 2ഉം കൂട്ടിയാൽ 5. അപ്പോൾ 5ൻ്റെ സ്ക്വയർ നമുക്ക് കിട്ടും 25. 25 ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ 2 ചോദ്യങ്ങളും പ്രത്യേകതയുള്ള ചോദ്യങ്ങളായി സൈഡിൽ നോട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത് നോക്കൂ, 864, 531, 974 ഏതുള്ളതാണ്. അപ്പോൾ ഇത് വലിയ നമ്പറുകളാണ്. സ്ക്വയർ ക്യൂബ് എന്നൊന്നും ബന്ധമൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. വലിയ നമ്പറുകളാണ് തന്നിട്ടുള്ളത്.
അപ്പോൾ 864 531 എന്ന് പറയുമ്പോൾ 800 ചില്ലാനാണ്, 500 ചില്ലാനാണ്. ഇവിടെ 900-ൽ മേലെയാണ് തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് തന്നിട്ടുള്ള ഉത്തരങ്ങൾ നോക്കുക, 641, 614 ഇങ്ങനെ ആൻസറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശ്രദ്ധിച്ച്, പല തരത്തിലുള്ളവർ ഏറ്റവും കൂടുതൽ ആലോചിച്ച് ചെയ്യേണ്ടതാണ് നമ്പർ അനലോഗ് ചോദ്യങ്ങൾ. ഇത് വളരെ കണ്ണിങ് ആയിട്ടുള്ള, വളരെ സമർത്ഥന്മാർ ചെയ്യുന്ന പ്രോബ്ലങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾ എഴുതുന്ന NMS, PSC, US, മറ്റേ എന്താ പറയുക SSC പോലുള്ള പരീക്ഷയിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, 864 533, 864 അത് 531. അപ്പോൾ 531 ഇവിടെയുള്ളത്. നോക്കിക്കോളൂ, 8-ന്ന് 3 കുറച്ചിട്ടാണ് 5 കിട്ടിയത് അല്ലേ? 6-ന്ന് 3 കുറച്ചിട്ടാണ് 3 കിട്ടിയത്. 4-ൽ നിന്ന് 3 കുറച്ചിട്ടാണ് 1 കിട്ടിയത്. അങ്ങനെയാണ് എങ്കിൽ ഈ ഓരോ നമ്പറിൽ നിന്നും നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 8-ൽ നിന്ന് 5-ലെത്തുമ്പോൾ 3 കുറക്കുന്നു, 6-ൽ നിന്ന് 3-ലേക്ക് എത്തുമ്പോൾ 3 കുറക്കുന്നു, 4-ൽ നിന്ന് 1-ലേക്ക് എത്തുമ്പോൾ 3 കുറക്കുന്നു. അങ്ങനെയാണെങ്കിൽ 9-ൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 9-ൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് 6 കിട്ടും. കിട്ടൂലേ? ഈ 9-ൽ നിന്ന് എന്താ പറയുക 3 കുറച്ചാൽ 6 കിട്ടും. 7-ൽ നിന്ന് 3 കുറച്ചാൽ 4 കിട്ടും. 4-ൽ നിന്ന് 3 കുറച്ചാൽ 1 കിട്ടും. അപ്പോൾ 641 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ എത്ര വ്യത്യസ്തതയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, 8, 56, 72. ഇവിടെ 3 ഇവിടെ തന്നിട്ടുണ്ട്. ഈ 3 ഏതോ തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുപോലെയുള്ള റിലേഷൻ ഇതിൽ ഏതാണ്? ഇവിടെ നിങ്ങൾക്ക് 3 സെറ്റ് ആൻസർ തന്നിട്ടുണ്ട്. നോക്കാം, 8, 56, 72 നിങ്ങൾക്ക് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടാവും. 8-നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 56, 8-നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 72. ഇവിടെ നോക്കുക, 7-നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 56 കിട്ടി. 7-നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 63 കിട്ടി. 3-നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 15 കിട്ടി. 3-നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 24 കിട്ടി. 6-നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 42 കിട്ടി. 6-നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 54 കിട്ടി. അപ്പോൾ നിങ്ങൾ ഇനി ആലോചിച്ച് നോക്കുക, ഇതുപോലുള്ള റിലേഷൻ ഇതിൽ ഏതാണ് വരിക? ഇവിടെ 7, 9-നെയാണ് ഇവിടെ 8 കൊണ്ട് ഗുണിക്കുന്നത്. ഇവിടെ 8, 9, 5, 8, 7, 9. ഇതേ 7, 9 പോലെയുള്ളതാണ് ഇവിടെയും 7, 9. അപ്പം മൂന്നാമത്തെ ഈ സെറ്റാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? ഓക്കെ, നെക്സ്റ്റ് നോക്ക്. ടീച്ചർ സ്കൂള് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, നഴ്സ് ഏതായിട്ട്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കാതെ ആൻസർ ആക്കുക. ടീച്ചർ സ്കൂളുമായിട്ടാണ്, നഴ്സ് എന്താണ് വരിക? ടീച്ചർ സ്കൂളിലാണ് ഉണ്ടാവുക, നഴ്സ് എവിടെയാണ് ഉണ്ടാവേണ്ടത്? ഇവിടെ ഉണ്ടാവുക ഡോക്ടർ, പേഷ്യൻ്റ്, ഹോസ്പിറ്റൽ. ഇതൊരു സ്ഥാപനമാണ് അല്ലേ? ടീച്ചർ ജോലിയാണ്, സ്കൂൾ ഒരു സ്ഥാപനമാണ്, നഴ്സ് ഒരു ജോലിയാണ്, ഒരു സ്ഥാപനത്തിലാണ് ഉണ്ടാവുക. അതേതാ വരിക? ഹോസ്പിറ്റൽ, ആശുപത്രി എന്ന് പറയും. പവർ, വാട്ട്, വോളിയം എന്താണെന്നാണ്. അതായത് എന്താണ് പവർ, വാട്ട്? ഊർജം വാട്ടുമായിട്ടാണ്. എന്താ ബന്ധം? ഊർജത്തിൻ്റെ യൂണിറ്റാണ്. അതായത് ഇതിൻ്റെ പവറിൻ്റെ യൂണിറ്റാണ് വാട്ട്. പവറിൻ്റെ യൂണിറ്റാണ് വാട്ട് വരിക. അപ്പോൾ വോളിയത്തിൻ്റെ യൂണിറ്റ് ഏത് വരും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. വോളിയം എന്ന് പറഞ്ഞാൽ വ്യാപ്തം. വ്യാപ്തം ഏതിലാണ് പറയുക? ഡിഗ്രി, ലിറ്റർ, വോൾട്ട്. ഏതിലാണ് വോളിയം? ഏതിലാണ് പറയുക? ലിറ്ററിലാണ് പറയുക. ഡിഗ്രി പറയുക ടെമ്പറേച്ചർ ആണല്ലേ? ഓക്കെ, ശരി. അടുത്ത് നോക്കാം, ഫുട്ബോൾ ഫിഫ ആയിട്ടാണ് കണക്ഷൻ, ചെസ് ഏതുമായിട്ടാണ് കണക്ഷൻ എന്നാണ്. ഫിഫ എന്നാൽ അറിയാലോ, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫുട്ബോൾ ആണ് ഏത്? ഫിഫ വരുന്നത്. അപ്പോൾ ഫുട്ബോളിൻ്റെ ഫിഫ ഉള്ളതുപോലെ ചെസ്സിൻ്റെ ഫെഡറേഷൻ, ലോക ഫെഡറേഷൻ ഏതാണെന്നാണ്. ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി അല്ല, ഇന്ത്യൻ ക്രിക്കറ്റ് അല്ല, ടെന്നീസ് ഫെഡറേഷൻ അല്ല. ഏതാണ് വരിക? ഫിഡെയാണ് വരിക. ശ്രദ്ധിക്കുക, ചെസ്സിൻ്റെത് വരുന്നത് ഫിഡെയാണ്. ഈ ഫിഫ പോലെ ഫിഡെയാണ് ഏതിൻ്റെ? ചെസ്സിൻ്റെ ഇന്റർനാഷണൽ ഫെഡറേഷൻ. ഓക്കെ, നോക്ക്, തെറ്റിക്കുന്ന ഒരു ചോദ്യമാണിത്. എർത്ത് വേം, മണ്ണിര, സ്കിൻ, ത്വക്ക്. എർത്ത് വേം, സ്കിൻ, അതായത് മണ്ണിര ത്വക്കുമായിട്ടാണ് ബന്ധം. സ്പൈഡർ, എട്ടുകാലി, ഏതുമായിട്ടാണ് ബന്ധം എന്നാണ് ചോദിക്കുന്നത്. നോസ്, ഐ, മൗത്ത്, ബുക്ക്, ലങ്സ് എന്നാണ്.
അപ്പോൾ എന്താണ് പ്രത്യേകത? ഈ എർത്ത് വേമും സ്കിന്നുമായിട്ടുള്ള ബന്ധം എന്താ? മണ്ണിരെയും ത്വക്കുമായിട്ടുള്ള ബന്ധം മണ്ണിരെ ശ്വസിക്കുന്നത് ത്വക്ക് വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ബ്രീത്ത് ചെയ്യുന്നത് സ്കിന്നാണ് വെച്ചിട്ടാണ്. അപ്പോൾ അതേപോലെ സ്പൈഡർ ഏത് വെച്ചിട്ടാണ് ചെയ്യുക? ബുക്ക് ലങ്സ് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ അത് അറിയണം. സ്പൈഡർ നോസും ഐയും വായും വെച്ചിട്ടല്ല ശ്വസിക്കുക, ബുക്ക് ലങ്സ് എന്നാണ് പറയുക അതിൻ്റെ ശ്വസനാവയവത്തിന്. ഓക്കെ, മനസ്സിലായില്ലേ? ബ്രീത്ത് ഓർഗൺ പറയുന്ന പേര് ബുക്ക് ലങ്സ് എന്നാണ്. ബയോളജിക്കൽ നെയിമാണ്. ആ വിവരം അറിയണം. ഫിസിക്സ് സയൻസുമായിട്ട് ബന്ധം എങ്കിൽ ഇതിന് കണക്കായിട്ട് അതേപോലെ വരുന്ന ബന്ധം ഈ പറഞ്ഞ ബ്രാക്കറ്റിൽ ഏതെന്നാണ്? മെഡിക്കൽ ഓപ്പറേഷൻസ്, ഡ്രോയിങ് ആർട്സ്, ജിയോഗ്രഫി, ഹിസ്റ്ററി. നോക്ക്, ഫിസിക്സ് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സയൻസിൽ വരുന്നതാണ് ഏത്? ഫിസിക്സ്. സയൻസ് ആണ് വലുത്. സയൻസിൽ വരും. സയൻസ് ഒരുപാട് തരത്തിലുള്ള സയൻസ് ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് ഫിസിക്സ്. അങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ മെഡിക്കൽ എന്ന് പറയുന്നത് ഓപ്പറേഷൻസിൽ വരുന്നതാണോ? അല്ല. ഫിസിക്സ് സയൻസിൽ വരുന്നതാണ്. മെഡിക്കൽ ഓപ്പറേഷൻസിൽ വരുന്നതാണോ? അല്ല. മെഡിക്കലിൻ്റെ ഒരു കാര്യമാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ അല്ല. നോക്ക്, ഡ്രോയിങ് ആർട്സ്. ആർട്സ് പറഞ്ഞാൽ ചിത്രകലയാണ്. ഇതെന്താണ്? ചിത്രം വരക്കലാണ്, ചിത്രരചനയാണ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡ്രോയിങ് എന്ന് പറയുന്നത് ചിത്രരചനയിൽ പെട്ടതാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. മൂന്നാമത്തെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ജോഗ്രഫി ഹിസ്റ്ററിയിൽ പെട്ടതാണോ? ഫിസിക്സ് സയൻസിൽ വരുന്നതാണ്. ജോഗ്രഫി ഹിസ്റ്ററിയിൽ വരുന്നതാണോ? അല്ല. അപ്പോൾ പിന്നെ ഡ്രോയിങ് എന്ന് പറയുന്നത് ആർട്സിൽ വരുന്നതാണ്, അല്ലേ? കലയിൽ, ചിത്രകല എന്ന് പറയുന്നത് കലയിൽ വരുന്നതാണ്. ഇതാ മനസ്സിലായില്ലേ? ഫിസിക്സ് സയൻസ് പോലെ ഡ്രോയിങ് ആർട്സ് വലിയതാണ്. അപ്പോൾ അതിൽ ആർട്സിലത്തെ ഒന്ന് മാത്രമാണ് ഡ്രോയിങ്. ഓക്കെ, അപ്പോൾ ഏതാണ് വരിക? ഇതേ റിലേഷൻ ഏതാണ് വരിക? ഡ്രോയിങ് ആർട്സ് എന്നുള്ള രീതിയിലാണ് വരിക. പ്രിയപ്പെട്ട കുട്ടികളെ, ഇപ്പോൾ അനലോഗ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തും ഏതൊക്കെ തരത്തിലാണ് ക്വസ്റ്റ്യൻ നമ്മൾ അനലോഗ് അവർ ഏതൊക്കെ തരത്തിൽ ബന്ധം റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ അറിയേണ്ട കാര്യം നമ്പേഴ്സിനെ പറ്റിയിട്ട് അറിയണം, സ്ക്വയേഴ്സിനെ പറ്റിയിട്ട് അറിയണം, പ്രൈം നമ്പേഴ്സിനെ പറ്റിയിട്ട് അറിയണം, ഇവർ നമ്പേഴ്സിൻ്റെ ക്രമങ്ങൾ അറിയണം, മൾട്ടിപ്പിൾസ് അറിയണം. അതേപോലെ വേർഡ് അനലോഗ് വരുമ്പോൾ ചെറിയ ഒരു ജനറൽ നോളജും നമ്മൾ അറിഞ്ഞു വെക്കണം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.